ഇന്ന് കറക്റ്റ് 6 മണിക്ക് തന്നെ ഞാൻ പഠിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ 5:30 എഴുന്നേറ്റിട്ട് പിന്നെ വേഗം ഒന്ന് ഫ്രഷ് ആയിട്ട് ഇന്നലത്തെ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് വേഗം അപ്ലോഡ് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പഠിക്കാനായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്ന് PYQൻ്റെ ബുക്കാണ് പഠിച്ചത്. അപ്പോൾ ഇന്നലെ കുറച്ച് പെൻഡിങ് ഉണ്ടായല്ലോ, അപ്പോൾ അത് ആദ്യം വേഗം ഒന്ന് തീർക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പെൻഡിങ് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇന്നത്തെ ടാർഗറ്റ് തയ്ക്കാനായിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 7 മണി വരെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ പെൻഡിങ് കംപ്ലീറ്റ് ചെയ്തു, അടുത്തത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ വിളിക്കാനായിട്ട് അവർക്ക് ഇന്ന് എക്സാമാണ്, സ്കൂളുണ്ട്. അപ്പോൾ പിള്ളേരെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. പിന്നെ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ വായിച്ചൊന്ന്. സാധാരണ രാവിലെ തന്നെ പേപ്പർ വായിക്കാനായിട്ട് പറ്റലില്ല, പണികൾ കഴിഞ്ഞിട്ട് ആ പേപ്പർ വായിക്കാൻ ഇരിക്കില്ല. ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കുറച്ച് വായിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോന്നു. പിന്നെ അരി ഇട്ടതിന് ശേഷം ഞാൻ ഇവർക്ക് ഫ്രൈ ചെയ്യാനായിട്ട് കോവയ്ക്ക പൊട്ടിക്കാനായിട്ട് ഒന്ന് പുറത്തേക്ക് പോയതാണ്. കുറേ പൂ വിരിഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും പൊട്ടിച്ചുകൊണ്ട് പോന്നു. പിന്നെ കോവയ്ക്കയും പൊട്ടിച്ചു, അമരപ്പയറും ഉണ്ടായി കുറച്ച്. അപ്പോൾ കുറച്ച് അമരപ്പയറും ഒക്കെ പൊട്ടിച്ചു പോന്നു. പിന്നെ വേഗം ഫുഡ് ഉണ്ടാക്കലായിരുന്നു. കോവയ്ക്ക വേഗം ഫ്രൈ ചെയ്തു, നീർദോശയും ഉണ്ടാക്കി, മീൻകറി ഉണ്ടാക്കി, ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ തോരൻ ഉണ്ടാക്കി, ചോറ് വേഗം ഊറ്റി വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു നീർദോശയ്ക്കുള്ള, അപ്പോൾ അതും ഉണ്ടാക്കി. അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. അങ്ങനെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതും കഴുകി വെച്ചിട്ട് ഞാൻ പഠിക്കാനിരുന്നു. പിന്നെ ഇപ്പം ഞാനിരുന്നപ്പോൾ ഒരു 9:15 9:15 പഠിക്കാനിരുന്നത്. പിന്നെ കറണ്ട് അഫെയർസാണ് പഠിച്ചത്. കറണ്ട് അഫെയർസ് റിവൈസ് ചെയ്തു, പിന്നെ എഴുതിയെടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചെണ്ണം അപ്ലോഡ് ചെയ്യാറുണ്ട് വീഡിയോ ആയിട്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഞാനൊരു 10:30 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ വാഷ് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സും കൊണ്ട് മേലേക്ക് പോയി. വാഷ് ചെയ്യാനുള്ളതൊക്കെ വാഷ് ചെയ്യാനിട്ട്, പിന്നെ വിരിക്കാനുണ്ടായിരുന്നു, കുറച്ച് ഉണങ്ങിയതൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ആ പരിപാടി അവസാനിപ്പിച്ച് താഴേക്ക് വന്നു. എന്നിട്ട് ആ തുണി വേഗം മടക്കി വെച്ചു, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ നിറഞ്ഞു കിടക്കും. പിന്നെ വേഗം കുടിക്കാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു 11:30 ആവാറായപ്പോൾ പഠിക്കാനിരുന്നു. പിന്നെ ഞാനൊരു 12:30 വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വേഗം കുളിക്കാൻ പോയി. കുളിച്ച് വന്നിട്ടൊരു 1 മണിയോടെ തന്നെ വീണ്ടും പഠിക്കാനിരുന്നു. അപ്പോഴേക്കും 1:30 ആയപ്പോഴേക്കും ഹസ്ബൻഡ് വന്നങ്ങനെ ഫുഡ് കഴിക്കാനിരുന്നു. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2:30 ആയിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പഠിക്കാനിരുന്നത്. ഇന്നിപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്നൊരു മൂവി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിള്ളേരും എക്സാമൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിത്തം തന്നെ ആയിരുന്നല്ലോ. ഇനിയിപ്പോൾ ആനുവൽ എക്സാം തുടങ്ങുന്നതിലും മുന്നേ എന്തായാലും ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എക്സാം കഴിഞ്ഞു, മിഡ് ടൈം എക്സാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഇരുന്നൊരു മൂവിയൊക്കെ കണ്ടൊന്ന് എൻജോയ് ചെയ്യുക, ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് വന്ന് കളരി കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും നേരെ സിനിമ കാണാനായിരിക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് എനിക്ക് മാക്സിമം തീർക്കണം, എൻ്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് മൂവി കണ്ടു കഴിഞ്ഞിട്ട്, കംപ്ലീറ്റ് ആയില്ലെങ്കിൽ മൂവി കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യണം. സിനിമ കാണലൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പഠിക്കാനുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്തു, ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു, കിടന്നു.